ഓർഗാസം, മെയിൽ ഓർഗാസം നമുക്കറിയാം, പക്ഷെ ഫീമെയിൽ ഓർഗാസം, സ്ത്രീകൾ ഓർഗാസത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. എന്താണ് ഫീമെയിൽ ഓർഗാസം എന്നറിയാത്ത പുരുഷന്മാർ ഇപ്പോഴും നമ്മളുടെ ഇടയിലുണ്ട്. സ്വന്തമായി ഇജാക്കുലേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു മാറിക്കിടക്കുന്ന പുരുഷന്മാർ തന്നെയാണ് കൂടുതലും നമ്മളുടെ ഇടയിൽ തന്നെ ഉള്ളത്. പക്ഷേ സ്ത്രീകളിപ്പോൾ ആവശ്യപ്പെടാൻ തുടങ്ങി, എനിക്ക് ഓർഗാസം വേണം, അല്ലെങ്കിൽ നിനക്ക് മാത്രം പ്ലഷർ പോരാ, എനിക്കും കൂടി പ്ലഷർ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറയുന്ന സ്ത്രീകളുണ്ട്. എന്താണ് ഓർഗാസം? പറയണം. ഒരു സ്ത്രീക്ക് ഓർഗാസം ഇല്ല, അല്ലെങ്കിൽ എനിക്ക് വന്നിട്ടില്ല, വാട്ട് എവർ, ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി അല്ലേ. പുരുഷന് മാത്രമല്ല, ഒരു സ്ത്രീക്കും ഓർഗാസം വന്നു എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ 100 സ്ത്രീകളെ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ 100 ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് കഴുത്തിലാണ് ഏറ്റവും കൂടുതൽ പ്ലഷർ വരിക, ചിലർക്ക് ബ്രസ്റ്റ് നിപ്പിളിലായിരിക്കും, എന്നാൽ ചിലർക്ക് ക്ലിറ്റോറിസ് സ്റ്റിമുലേഷൻ തന്നെ വേണ്ടി, ചിലപ്പോൾ ഓറൽ സെക്സ് വേണ്ടിയിരിക്കും, ചിലപ്പോൾ കാലിൻ്റെ വിരലുകൾ. എൻ്റെ പാർട്ട്ണറോട് ഞാനാണ് പറയേണ്ടത് എനിക്ക് ഇന്നതാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് ഇന്നതാണ് താല്പര്യം എന്ന് ഞാൻ പറയുന്നിടത്താണ് അവിടെ ഒരു സെക്ഷൽ ഫ്രീഡം ഉണ്ടാവുന്നത്. ഓക്കെ. ഒരുവിധം സ്ത്രീകളൊന്നും ഓർഗാസം എന്താന്ന് പോലും അറിയില്ല. ഇപ്പോഴും ഓർഗാസം അനുഭവിക്കാത്ത സ്ത്രീകൾ, പഴയ ഒരു 1890 ഒരുവിധം സ്ത്രീകൾക്ക് ഇപ്പോഴും ഓർഗാസം എന്ന് പറയാൻ തന്നെ നാണക്കേടാണ്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ പറയുന്നുണ്ട്, അത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഓർഗാസം വേണം ഒരു സ്ത്രീക്ക്. ഓർഗാസം ഇല്ലാത്തൊരു സ്ത്രീ എന്ന് പറയുന്നത് വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം ഒരു സെക്സ് കഴിഞ്ഞ് നമ്മളെ യൂസ് ചെയ്ത് പോയി എന്നുള്ളൊരു തോട്ടല്ലേ ഒരു സ്ത്രീക്ക് വരുന്നത്. ശരിക്കും ഇതിൻ്റെയൊക്കെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു പ്ലഷർ എ വിമൻ എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സ്ത്രീയോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഒരു സ്ത്രീയെ റെസ്പെക്റ്റോടു കൂടി പെരുമാറേണ്ടത്, അത് നമ്മുടെ ഒരു ഗ്രോയിങ് ഏജിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരു പിയർ ഗ്രൂപ്പിലുള്ള ആളുകൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തേ പറ്റൂ. അപ്പോൾ ബേസിക് ആയിട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ് ഇതിനോടൊക്കെ നമുക്ക് ക്യൂരിയോസിറ്റി തോന്നുന്നത്. ഭയങ്കര ക്യൂരിയസ്, ഒരു സ്ത്രീയെ റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുന്നതും ഒക്കെ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ കിട്ടിക്കൊണ്ടുവന്ന് എന്തിനാണ്, ഞാൻ ചെലവിന് വരുന്ന എന്തിനാണ്, എൻ്റെ കൂടെ കിടക്കാനാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം ചെയ്യുന്നില്ലേ, വീട്ടിലെ കാര്യങ്ങൾ, ഒരു വീട് വൃത്തിയാക്കുക, ഫുഡ് ഉണ്ടാക്കുക. പക്ഷെ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ നമ്മൾ അവരോട് പറയാറുണ്ടോ? ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് വേണ്ടത് അപ്രിസിയേഷൻ ആണെന്ന് തോന്നിയിട്ട്, അണ്ടർസ്റ്റാൻഡിങ്ങിനേക്കാൾ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ചില സ്ത്രീകളൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമാവും. കാരണം അവർക്ക് അബ്യൂസ് എന്താണെന്ന് പോലും മനസ്സിലാവാറില്ല. പിന്നെ എൻ്റെ ഭർത്താവാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്, എൻ്റെ ഭർത്താവ് ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ. ആക്ച്വലി ഭർത്താവ് ഇല്ലെങ്കിലും ഒരു സ്ത്രീയുടെ കരേജ് അവരാണ് തീരുമാനിക്കുന്നത് അല്ലേ. ഒരു സ്ത്രീ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ലെവലിലും എത്താൻ സാധിക്കും. ഈ നാടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ. ഒരു സ്ത്രീ തീരുമാനിക്കുന്നിടത്താണ് ഭർത്താവ്. നമ്മുടെ സ്പേസും നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്.